രാഹുൽ മാങ്കൂട്ടത്തിൽ എംഎൽഎക്കെതിരെ പീഡന പരാതി നൽകിയ യുവതിയെ അപമാനിച്ചെന്ന കേസിൽ അറസ്റ്റിലായ രാഹുൽ ഈശ്വറിനെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും. ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമാണ് രാഹുലിനെ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. AR ക്യാമ്പിലെ വളപ്പിൽ സ്ഥിതി ചെയ്യുന്ന സൈബർ പോലീസ് സ്റ്റേഷനിലാണ് രാഹുൽ ഈശ്വറുള്ളത്. കൂടുതൽ വിവരങ്ങൾ നൽകാനായി അമൽ തേനമ്പറമ്പിൽ ചേരുന്നുണ്ട്. അമൽ, രാഹുൽ മാങ്കൂട്ടത്തിൽ അനുകൂലികൾക്ക് സമൂഹ മാധ്യമങ്ങളിൽ വലിച്ചു കീറാൻ ഇട്ടുകൊടുക്കുന്ന രീതിയിലായിരുന്നു രാഹുൽ ഈശ്വറിന്റെ പരാതിക്കാരി അധിക്ഷേപിക്കുന്ന തരത്തിലുള്ള ഓരോ സമൂഹ മാധ്യമ പോസ്റ്റുകളും ഉണ്ടായിരുന്നത്. ഇപ്പോഴെന്തായാലും അതിൽ നടപടി വന്നിരിക്കുകയാണ്. ജാമ്യമില്ലാ വകുപ്പ് കൂടി ചുമത്തിയാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. എന്താണ് ഇനി തുടർ നീക്കങ്ങൾ? ജാമ്യത്തിനുള്ള രാഹുൽ ഈശ്വറിന്റെ അപേക്ഷയും മുൻപോട്ട് പോക്കും ഉണ്ടാകുമല്ലോ അല്ലേ? ഈ രാഹുൽ മാങ്കൂട്ടം വിഷയവുമായി ബന്ധപ്പെട്ട് രാഹുലിന് ഒരു പരിചയമായി സ്വയം തീരുകയായിരുന്നു, അല്ലെങ്കിൽ രാഹുലിന്റെ സൈബർ പോരാളിയായി തീരുകയായിരുന്നു രാഹുൽ ഈശ്വർ. എന്തായാലും രാഹുൽ ഈശ്വറുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഈ അതിജീവിതയ്ക്കെതിരെ പരാതി നൽകിയ പെൺകുട്ടിക്കെതിരെ നടക്കുന്ന തുടർച്ചയായ സൈബർ ആക്രമണങ്ങളിൽ ശക്തമായ നടപടി സ്വീകരിച്ച് മുന്നോട്ട് പോകാൻ തന്നെയായിരുന്നു പോലീസിന്റെ തീരുമാനം. അതനുസരിച്ച് കഴിഞ്ഞ ദിവസങ്ങളിൽ പല ഫേസ്ബുക്ക് പോസ്റ്റുകളും അതോടൊപ്പം തന്നെ സമൂഹ മാധ്യമങ്ങളിലെ മറ്റ് പോസ്റ്റുകളുമെല്ലാം പോലീസ് നിരീക്ഷിച്ചു വരികയായിരുന്നു. 4 URLകളാണ് ആദ്യഘട്ടത്തിൽ പോലീസ് ഈ കേസെടുക്കാനായി പരിഗണിച്ചത്. അതിൽ ഒന്ന് രാഹുൽ ഈശ്വറിൻ്റെതായിരുന്നു. രാഹുൽ ഈശ്വർ ഈ പരാതിക്കാരി ആരാണ് എന്ന് വ്യക്തമാക്കുന്ന വിധത്തിലുള്ള പല പരാമർശങ്ങളും നടത്തിയിരുന്നു. യൂട്യൂബ് ചാനലിലൂടെയും അതോടൊപ്പം തന്നെ ചില ചാനലിലെ ചർച്ചകളിലൂടെയും എല്ലാം പരാതിക്കാരി ആരാണ് എന്ന് സൂചന നൽകുന്ന പല പരാമർശങ്ങളും ഉണ്ടായി. ഇതാണ് രാഹുലിനെതിരെ കേസെടുക്കാൻ പോലീസിനെ പ്രേരിപ്പിച്ചത്. എന്തായാലും ഇന്നലെ വൈകിട്ട് 5 മണിയോടെ രാഹുലിൻ്റെ വീട്ടിലേക്ക് പോലീസ് എത്തുന്നു. രാഹുലിനോട് പോലീസ് സ്റ്റേഷനിലേക്ക് സൈബർ പോലീസ് സ്റ്റേഷനിലേക്ക് എത്താൻ ആവശ്യപ്പെടുന്നു. കസ്റ്റഡിയിൽ തന്നെ രാഹുലിനെ വീട്ടിൽ നിന്നും ഇവിടേക്ക് AR ക്യാമ്പിലേക്ക് കൊണ്ടുവരുന്നു. എന്തായാലും AR ക്യാമ്പിൽ പ്രാഥമികമായ ചോദ്യം ചെയ്യൽ പൂർത്തിയാക്കി. ലാപ്ടോപ്പ് അടക്കം കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. രാഹുലിന്റെ ഭാഗത്തു നിന്നും ഈ പരാതിക്കാരിയെ അവഹേളിക്കുന്ന തരത്തിലുള്ള പരാമർശങ്ങൾ ഉണ്ടായി എന്നുള്ളതാണ് പോലീസ് പ്രഥമദൃഷ്ട്യാ മനസ്സിലാക്കിയിരിക്കുന്നത്. ഇന്നെന്തായാലും രാഹുലിനെ കോടതിയിൽ ഹാജരാക്കും. ജാമ്യമില്ലാത്ത വകുപ്പുകൾ പ്രകാരമാണ് രാഹുലിനെതിരെ കേസെടുത്തിരിക്കുന്നത്. രാഹുൽ മാത്രമല്ല, സന്ദീപ് വാര്യരടക്കം ഒരു അഭിഭാഷകയടക്കം മഹിളാ കോൺഗ്രസ് നേതാവ് അടക്കമുള്ള ആളുകൾക്കെതിരെയും കേസെടുത്തിട്ടുണ്ട്. ഇവർക്കെതിരെയുള്ള നടപടിയും ഇന്നുണ്ടാകും എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. മാത്രമല്ല, ഈ പരാതിക്കാരിയുമായി ബന്ധപ്പെട്ട് അവരെ അവഹേളിക്കുന്ന തരത്തിൽ അവരുടെ ഐഡന്റിറ്റി വെളിവാക്കുന്ന തരത്തിലുള്ള പോസ്റ്റുകൾ ഷെയർ ചെയ്തിട്ടുള്ള ആളുകളുടേതടക്കമുള്ള പ്രൊഫൈലുകൾ പോലീസ് നിരീക്ഷിച്ചു വരികയാണ്. കൂടുതൽ ആളുകൾക്കെതിരെ രാഹുൽ ഈശ്വറിനെതിരെ ചുമത്തിയ സമാന കുറ്റം ചുമത്തിയുള്ള കേസുകൾ ഉണ്ടാകും എന്നുള്ളതാണ് പോലീസ് എന്തായാലും വ്യക്തമാക്കുന്നത്. അതിനുള്ള നടപടികൾ തുടരുകയാണ്. ഇപ്പോഴെന്തായാലും രാഹുൽ AR ക്യാമ്പിനാണുള്ളത്. അധികം വൈകാതെ വൈദ്യപരിശോധന പൂർത്തിയാക്കി രാഹുലിനെ കോടതിയിൽ ഹാജരാക്കും എന്നുള്ളതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ശരി അമൽ, രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ പീഡന പരാതി നൽകിയ യുവതിയെ അപമാനിച്ചെന്ന കേസിൽ അറസ്റ്റിലായ രാഹുൽ ഈശ്വറിനെ എന്തായാലും ഇന്ന് കോടതിയിൽ ഹാജരാക്കും. ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമാണ് രാഹുലിനെ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. അമൽ തേനമ്പറമ്പിലാണ് കൂടുതൽ വിവരങ്ങൾ പങ്കുവച്ചത്.